Hello everyone, welcome back to the online classes on Arduino Uno. So this is the continuation of the class in the morning. So let us move on to the class. So we are discussing about ICSP for USB. So ICSP stands for in-circuit serial programming pins and that are used to flash the firmware on the USB interface chip. നേരത്തെ പറഞ്ഞു ഫ്ലാഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് റീപ്രോഗ്രാമിംഗ്. സോ വി ക്യാൻ റീപ്രോഗ്രാം ദി ഫേംവെയർ യൂസിങ് ദ USB ഇൻ്റർഫേസ്. അപ്പം അവിടെ നമുക്ക് പ്രോഗ്രാം ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഫേംവെയർ മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫങ്ഷൻ, ബോർഡിൻ്റെ ഫങ്ഷൻ എൻ്റയറായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. യൂസർക്ക് അനുസരിച്ച് അത് ഫ്ലെക്സിബിൾ ആണ്. The next one is ICSP for Atmega 328. The in-circuit serial programming pins are used to flash the firmware on the Atmega microcontroller. ഇവിടെ രണ്ടാമത്തെ ICSP, that is for Atmega 328, which is the microcontroller on the Arduino Uno board. Arduino Uno ബോർഡിലുള്ള മൈക്രോ കൺട്രോളറിൻ്റെ പേരാണ് Atmega 328. അപ്പോൾ അത് നമുക്ക് ഫ്ലാഷ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഫേംവെയർ ഫ്ലാഷ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഇൻ-സർക്യൂട്ട് സീരിയൽ പ്രോഗ്രാമിംഗ് പിൻസ് വഴി പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആവശ്യം. ഈ ICSP ആവശ്യം നമുക്ക് അതാണ്. ഒരു USB പോർട്ട് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ USB പോർട്ട് നമുക്ക് ഇവിടെ കാണാം. ഈ ICSP ഫോർ USB എന്ന് പറയുന്ന ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ് USB പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഈ കാണുന്ന കണക്ടർ ഇതാണ് നമുക്ക് ICSP ഫോർ Atmega 328. ഓക്കെ, ദെൻ Atmega 328, the microcontroller for Arduino Uno board, so which you can find here in this diagram or in this board. ഇവിടെ നമുക്ക് കാണാം Atmega 328 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ. ഇത് യൂസ് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന Arduino Uno എന്ന് പറഞ്ഞ ബോർഡിലാണ്. So let us move on to the next slide. Digital PWM and PWM connectors. These pins are labeled 0 to 13 and can be used as either a digital input or output. The pins labeled with the tilde can be, tilde എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു സിമ്പിളിനെയാണ് നമുക്ക് tilde എന്ന് പറയുക. Tilde can also be used for pulse width modulation output, PWM output. ഇത് നമ്മൾ നേരത്തെയും കണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബോർഡിൽ കാണാം, ഇവിടെ ഡിജിറ്റൽ എന്ന് എഴുതിയിട്ടുള്ള ഇതാണ് ഡിജിറ്റൽ പിൻസ്. ഈ ഡിജിറ്റൽ പിൻസ് കൂടാതെ ഇതിൻ്റെ ഒപ്പം തന്നെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഈ ടിൽഡ് സിമ്പിൾ ഇട്ടിട്ടുള്ള പിന്നുകൾ, ഈ പിന്നുകൾ PWM കണക്ടേഴ്സാണ്. അപ്പോൾ PWM ഔട്ട്പുട്ട് തരാൻ വേണ്ടി ഉള്ളതാണ്, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. അപ്പോൾ നമുക്ക് ചില ആപ്ലിക്കേഷനിൽ ഫോർ എക്സാമ്പിൾ LED-യുടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് PWM ഔട്ട്പുട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡ്യൂട്ടി സൈക്കിൾ നമ്മൾ മാറ്റിക്കൊണ്ട് ഓൺ ഓഫ് ടൈം, അത് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് ഡ്യൂട്ടി സൈക്കിൾ ഈസ് ഈക്വൽ ടു ഓൺ ടൈം പ്ലസ് ഓഫ് ടൈം. അതിൽ ഓൺ ടൈം അല്ലെങ്കിൽ ഓൺ ടൈം പൾസിൻ്റെ വിഡ്ത്ത് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ട് LED-യുടെ ബ്രൈറ്റ്നസ്സിനെ നമുക്ക് മാറ്റാൻ കഴിയും. സോ നെക്സ്റ്റ് ഈസ് പവർ ആൻഡ് എക്സ്റ്റേണൽ റിസെറ്റ്. These pins in this header provide ground and power for external devices and sensors from the Arduino. നമുക്കറിയാം ഈ Arduino ബോർഡിലേക്ക് മറ്റ് സെൻസേഴ്സ് ഒക്കെ കണക്ട് ചെയ്യാം, മറ്റ് മൊഡ്യൂളുകളൊക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള പവർ നമുക്ക് ഈ ബോർഡിൽ നിന്നും, ഈ Arduino Uno ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടും. ഇവിടെ കാണാം പവർ ആൻഡ് എക്സ്റ്റേണൽ റിസെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് ഈ പവർ നമുക്ക് എടുക്കാൻ കഴിയും. ഓക്കെ, ദെൻ the Arduino can also be powered through this pin. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ Arduinoനെ പവർ ചെയ്യാനും നമുക്കിത് സാധിക്കും. There is also a reset pin that can be used to reset the Arduino. ഇവിടെ ഒരു റിസെറ്റ്
പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോറി, ഇവിടെയാണ് റിസെറ്റ് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് റിസെറ്റ് ഓൾറെഡി ബട്ടൺ, ഈ ബോർഡ് നമുക്ക് റിസെറ്റ് ചെയ്യാം. കൂടാതെ ഇവിടെ ഒരു കണക്ടറും കാണാം റിസെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, so that can be used to reset the Arduino. Then analog in connectors, the pins labeled A0 to A5 can be used for analog input. അപ്പോൾ ഇവിടെ A0 മുതൽ A5 വരെയുള്ള പിൻസ് എന്ന് പറയുന്നത് അനലോഗ് ഇൻപുട്ടാണ്. These pins can be used to read the output from the analog sensor. So usually സെൻസേഴ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ സെൻസർ, ഇപ്പോൾ നമ്മൾ പിന്നീട് ഒരു ആപ്ലിക്കേഷൻ കാണുന്നുണ്ട് ഇതിൻ്റെ. ഈ ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അനലോഗാണ്. ആ അനലോഗ് ഔട്ട്പുട്ട് നേരെ ഈ അനലോഗ് പിന്നിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് അതുവഴി നമുക്കത് റീഡ് ചെയ്യാൻ കഴിയും. അനലോഗ് വോൾട്ടേജ് നമുക്ക് ഇവിടെ അനലോഗായിട്ട് കിട്ടുന്ന സിഗ്നലിനെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ട്. ഈ അറ്റ്മെഗ മൈക്രോ കൺട്രോളറിന് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അറ്റ്മെഗ 328-ൽ ഓൾറെഡി അത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിനെ അനലോഗ് ടു ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. ഇൻറ്റേർണലി അതിനെ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യാം. പിന്നീട് അതിനെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഡിജിറ്റൽ വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കാം. സോ we can move to the next slide. So these are called the Arduino shields. ഇവിടെ കാണാം പ്രോട്ടോടൈപ്പ് ഷീൽഡ് ഒരെണ്ണമുണ്ട്. ദെൻ മൂവി ഷീൽഡ്, MOVI, ദെൻ മോട്ടോർ ഷീൽഡ്, ദെൻ സെർവോ ഷീൽഡ്. ഷീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിലേക്കുള്ള സെപ്പറേറ്റ് മൊഡ്യൂൾ, അത് ആ അറ്റാച്ച്മെൻറ്റ് നമുക്ക് പറയാം. An Arduino shield is a modular circuit board that plugs directly into the pin headers of the Arduino board. ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഈ മോഡുലാർ സർക്യൂട്ടിനെ, ഈ കാണുന്ന ബോർഡിനെ നമുക്ക് ഈ പറയുന്ന Arduino ബോർഡിൻ്റെ പുറത്ത് ഡയറക്റ്റായിട്ട് പ്ലഗ് ചെയ്യാം. അതിൻ്റെ പിന്നിലേക്ക് ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം. സോ ദീസ് ഷീൽഡ്സ് വിൽ ആഡ് എക്സ്ട്രാ ഫങ്ഷനാലിറ്റി ടു ദ Arduino ബോർഡ്. ഇത് ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമുക്കറിയാം Arduino ബോർഡിൽ ഓൾറെഡി അനലോഗ് ഇൻപുട്ട്സ് ഉണ്ട്, PWM ഔട്ട്പുട്ട്സ് ഉണ്ട്, ഡിജിറ്റൽ IO ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് മറ്റെന്തെങ്കിലും ഫങ്ഷനാലിറ്റി, ഫോർ എക്സാമ്പിൾ ഒരു മൈക്ക് ഇൻ്റർഫേസ് ചെയ്യണം. ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു മൈക്ക് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിതൊരു മോട്ടോർ ഡ്രൈവർ ഇതിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അഡീഷണൽ ആയിട്ടുള്ള ഷീൽഡ് നമുക്ക് അതിൻ്റെ പുറത്ത് പ്ലഗ് ചെയ്യാം, അതായത് പിൻ ചെയ്യാം. അതിൻ്റെ ഡയറക്റ്റായിട്ട് അതിലേക്ക് പ്ലഗ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഷീൽഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. സോ ദീസ് ഷീൽഡ്സ് വിൽ ആഡ് എക്സ്ട്രാ ഫങ്ഷനാലിറ്റി ടു ദി Arduino board. And if you are looking to connect to the internet, do speech recognition, control DC motors, or add other functionality to the Arduino, there is probably a shield that can help us. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഷീൽഡ് ഉപയോഗിച്ച് പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സ്പീച്ച് റെക്കഗ്നിഷൻ നമുക്ക് നടത്താം. അവിടെ മൈക്ക് ഇൻ്റർഫേസ് ചെയ്തിരിക്കുന്നത് കാണാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ, ഒരു DC മോട്ടോർ കൺട്രോളർ നമുക്ക് ഉപയോഗിക്കാം. ഈ മോട്ടോർ കൺട്രോളർ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ സെർവോ മോട്ടോർ കൺട്രോളർ ഉപയോഗിക്കാം, ഈ സെർവോ ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്കിത് വെച്ച് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനാലിറ്റിയെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഷീൽഡ് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ഷീൽഡും ഒരുമിച്ച് ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള ഷീൽഡ് മാത്രം നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഈ Arduino ബോർഡിൻ്റെ ഫങ്ഷനാലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ വൈൽ യു ഡോണ്ട് ഹാവ് ടു യൂസ് ഷീൽഡ്സ്, ദേ ഡു make adding extra functionality to our Arduino boards very easy. So Arduino looks with two shields attached. ഇവിടെ നമുക്ക് കാണാം ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് രണ്ട് ഷീൽഡുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. A shield fits on top of the Arduino by plugging directly into the pin headers. ഡയറക്റ്റായി നമുക്ക് ഇതിൻ്റെ പുറത്ത് പ്ലഗ് ചെയ്തിരിക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് രണ്ടെണ്ണം പ്ലഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ Arduino ബോർഡാണ് നമ്മൾ താഴെ കാണുന്നത്. അതിൻ്റെ പുറത്ത് രണ്ട് അഡീഷണൽ ബോർഡ് കൂടെ നമുക്ക് പ്ലഗ് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഷീൽഡ് എന്ന് വിളിക്കാം. ഈ അഡീഷണൽ ബോർഡുകൾ നമുക്ക് ഷീൽഡ് എന്ന് പറയാം. ഓക്കെ, സോ വി ക്യാൻ ഓൾസോ സ്റ്റാക്ക് വൺ ഷീൽഡ് ഓൺ ടോപ്പ് ഓഫ് ദി അതർ if they do not use the same resources. Here is how you can do it. Okay, then next one, these are the Arduino pins. You can see that there is a total of 31 pins on the Arduino Uno. 31 pins of the Arduino Uno pin headers. Most of these pins can be configured to perform different functions.
ഇവിടെ നമുക്ക് കാണാവുന്ന പോലെ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ 31 പിൻസ് നമുക്കിവിടെ കാണാം. ഈ 31 പിൻസ്. ഈ 31 പിൻസിൽ ഇവിടെ കാണാം നമുക്ക് A0, A1, A2, A3, A5 വരെയും അനലോഗ് പിൻസ്. കൂടാതെ ഇവിടെ ഗ്രൗണ്ട് VCC, ദെൻ കൂടാതെ ഇവിടെ റെഫറൻസ് വോൾട്ടേജ്, റിസെറ്റ്, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഇവിടെ നമുക്ക് ഈ സൈഡിലായിട്ട് കാണാം PWM ഔട്ട്പുട്ട്, ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇത്തരത്തിൽ നമുക്ക് കാണാം. ഇവിടെ സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട്. ഓക്കെ, ഇതെല്ലാം നമുക്കിവിടെ വരും. സോ ഡിജിറ്റൽ, അനലോഗ്, പവർ, സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട്, ദെൻ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. Let us move to the next one. So digital pins used the most when connecting external sensors. So external sensors connect ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ഡിജിറ്റൽ പിൻസ് എന്ന് പറയുന്നത്. These pins can be configured for either input or output, and these pins default to an input state. അപ്പോൾ ഇവിടെ ഇൻപുട്ട് സ്റ്റേറ്റ് ആയിരിക്കും നോർമലി ഉണ്ടാവുക. അപ്പോൾ അവിടെ പിൻസിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അത് പിൻസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ദ ഡിജിറ്റൽ പിൻസ് വിൽ ഹാവ് ഓൺലി വൺ ഓഫ് ദ ടു വാല്യൂസ്, ദാറ്റ് ഈസ് ഹൈ 1 വിച്ച് ഇസ് 5 വോൾട്ട് ഓർ ലോ 0 വിച്ച് ഇസ് 0 വോൾട്ട്. ഇവിടെ നേരത്തെ നമുക്കറിയാം ഹൈ എന്ന് പറയുന്നത് 1 അഥവാ 5 വോൾട്ട് ആണ്. ലോ എന്ന് പറയുന്നത് 0 അഥവാ 0 വോൾട്ട് ആണ്. ഇവിടെ ഈ ഡിജിറ്റൽ പിൻസിന് നമുക്ക് ഇത്തരത്തിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കാം. അത് ഇതിൻ്റെ വോൾട്ടേജ് കണ്ടീഷൻസ് എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് ആണ്. ഒന്ന് ഹൈ, അതായത് 1 അല്ലെങ്കിൽ 5 വോൾട്ട്, അല്ലെങ്കിൽ രണ്ടാമത്തത് ലോ അഥവാ 0 അല്ലെങ്കിൽ 0 വോൾട്ട്. Next is analog input pins. The Arduino Uno contains a built-in analog to digital converter ADC with 6 channels, which gives us 6 analog input pins. The ADC converts an analog signal into digital value. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ അറ്റ്മെഗ മൈക്രോ കൺട്രോളറിൽ ഓൾറെഡി അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ബിൽറ്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ ഈ Arduino Uno ബോർഡിനായി കേപ്പബിലിറ്റി ഉണ്ട്. അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് നമുക്ക് വളരെ സൗകര്യമാണ്. കാരണം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് അനലോഗ് വോൾട്ടേജ് കൊടുക്കാം. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സെൻസറിൻ്റെ ഔട്ട്പുട്ട് അനലോഗ് വോൾട്ടേജ് ആണ്. ഇത് നേരിട്ട് നമുക്ക് ഈ അനലോഗ് പിന്നിലേക്ക് നമുക്ക് കൊടുക്കാം. While the digital pins have two values, either high or low, the analog input pins have values from 0 to 1023 relative to the reference value of the Arduino. So ഇവിടെ നമുക്ക് different values, the analog voltage which can have various steps or അല്ലെങ്കിൽ discrete ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇതിന് 0 മുതൽ 1023 അത്രയും വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ്സ് അഥവാ സ്റ്റെപ്പുകൾ നമുക്ക് പറയാം. അത്രയും വോൾട്ടേജസ് നമുക്ക് ഇവിടെ വേരി ചെയ്യിക്കാം. അതിനനുസരിച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് ഡിജിറ്റൽ വാല്യൂ നമുക്ക് ഈ മൈക്രോ കൺട്രോളർ നമുക്ക് തരും. സോ ദി Arduino Uno ഹാസ് എ reference value of 5 volt used to read analog sensors such as range finders and temperature sensors. ഇത് നമുക്ക് റേഞ്ച് ഫൈൻഡേഴ്സ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ സെൻസേഴ്സ് ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ അനലോഗ് സെൻസേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ നമുക്കിവിടെ റെഫറൻസ് വോൾട്ടേജ് തന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഈ റെഫറൻസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ അനലോഗ് വോൾട്ടേജ് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനായിട്ട് റെഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 5 വോൾട്ട് ആണ്. അതിനനുസരിച്ചാണ് നമുക്ക് ഈ 0 to 1023 എന്ന് പറയുന്നത്. അതായത് ടോട്ടലി 1024 ഉണ്ട്. 1024 അനലോഗ് വോൾട്ടേജ് വാല്യൂസും ഉണ്ടാവും. The 6 analog pins can also be configured as digital pins if we run out of digital pins in our project. അപ്പോൾ ഇവിടെ അനലോഗ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന പിന്നിന് ഡുവൽ ഫങ്ഷനാലിറ്റി ഉണ്ട്. അതായത് അതിൽ നമുക്ക് അനലോഗും കൂടാതെ ഡിജിറ്റൽ പിൻസ് തികഞ്ഞിട്ടില്ലെങ്കിൽ ആ അനലോഗ് മാറ്റി അതിനെ ഡിജിറ്റൽ പിന്നായിട്ട് തന്നെ ഉപയോഗിക്കാനും സാധിക്കും. ഓക്കെ, ലെറ്റ് us move to the next slide. PWM പിൻസ് ഇവിടെ PWM എന്ന് പറയുന്നത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. നേരത്തെ പറഞ്ഞു
പൾസിൻ്റെ വിഡ്ത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് ഓൺ ടൈം പ്ലസ് ഓഫ് ടൈം ആണ്. അപ്പോൾ ഈ ഓൺ ടൈം പ്ലസ് ഓഫ് ടൈമിൽ നമുക്ക് ഓൺ ടൈം പൾസിൻ്റെ വിഡ്ത്ത് വേരി ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ടൻ്റായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട്, അതായത് അതിൻ്റെ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു LED-യിലേക്കാണ് നമുക്ക് ഈ പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് ഔട്ട്പുട്ട് കൊടുക്കുന്നതെങ്കിൽ LED-യുടെ ബ്രൈറ്റ്നസ് അഥവാ ഇൻറ്റൻസിറ്റിയെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് എത്ര നേരം പൾസ് ഓൺ ആണ് എന്നുള്ള കണ്ടീഷൻ അനുസരിച്ചാണ് LED-യുടെ ബ്രൈറ്റ്നസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് കൂടുതൽ സമയം പൾസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പൾസിൻ്റെ വിഡ്ത്ത് കൂടിക്കഴിഞ്ഞാൽ LED ബ്രൈറ്റ് ആവുകയും പൾസിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓൺ ടൈം, അതാണ് പൾസിൻ്റെ വിഡ്ത്ത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഓൺ ടൈം പൾസാണ്. ആ ഓൺ ടൈം പൾസിൻ്റെ ഓൺ ടൈം വിഡ്ത്ത് നമ്മൾ കൂടി കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കൂടും. അത് കുറഞ്ഞു കഴിഞ്ഞാൽ, വിഡ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ, പൾസിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കുറയും. അത്തരത്തിൽ ഒരു കൺട്രോൾ പർപ്പസിന് വേണ്ടി ഈ PWM പിൻസ് നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് ഇതുകൂടാതെ ഇത്തരത്തിൽ പല ആപ്ലിക്കേഷൻസ് ഇതിനുണ്ട്. സോ വെയർ ദി അനലോഗ് ഇൻപുട്ട് പിൻസ് are designed to read analog sensor input. The PWM pins are designed for output. PWM is a technique for obtaining analog results with a digital output. അപ്പോൾ ഇവിടെ അനലോഗ് റിസൾട്ട് കിട്ടാൻ വേണ്ടി, ഡിജിറ്റൽ ഔട്ട്പുട്ട് വെച്ച് അനലോഗ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ PWM ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഡിജിറ്റൽ സിഗ്നലിൽ നിന്നും അനലോഗ് ഔട്ട്പുട്ട് കിട്ടാനുള്ള വഴിയെന്നാണ്. കാരണം അവിടെ ഡിസ്ക്രീറ്റ് സ്റ്റെപ്സിൽ നിന്നും നമുക്ക് അനലോഗ് വോൾട്ടേജ് വാല്യൂ നമുക്ക് കിട്ടാൻ സാധിക്കും. സോ സിൻസ് ഡിജിറ്റൽ ഔട്ട്പുട്ട് ക്യാൻ ബി ഐദർ ഓൺ ഓർ ഓഫ്, to obtain analog output, the digital output is a switch between high and low rapidly. ഇവിടെ നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് ഓൺ അല്ലെങ്കിൽ ഓഫ്, ഈ രണ്ട് കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ അതിൽ നിന്നും അനലോഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് ഹൈയും ലോയും തമ്മിൽ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അനലോഗ് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുതൽ ആയിട്ട് കിട്ടും. അത് കൂടുതൽ റാപ്പിഡ് ആവുന്നതനുസരിച്ച് കൂടുതൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടും. The percentage of the time that the signal is high is called the duty cycle. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു ഓൺ ടൈം ഓഫ് ടൈമും. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് ഓൺ ടൈം പ്ലസ് ഓഫ് ടൈമിനെയാണ് നമ്മളിവിടെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ ഡ്യൂട്ടി സൈക്കിൾ ജസ്റ്റ് നമുക്കൊരു എക്സ്പ്ലനേഷൻ കാണാം. വി ഹാവ് ദി എബിലിറ്റി ടു സെറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ഹൗ ഫാസ്റ്റ് ദ സിഗ്നൽ ക്യാൻ സ്വിച്ച് ബിറ്റ്വീൻ ഹൈ ആൻഡ് ലോ. അപ്പോൾ ഇവിടെ 50% ഡ്യൂട്ടി സൈക്കിൾ, അത് ഈക്വലായിട്ട് ഓൺ ഓഫ് ടൈം വരുന്നതിനെയാണ് 50% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അടുത്ത നെക്സ്റ്റ് നോക്കിക്കേ, 75% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് അവിടെ 75% ഓൺ ടൈമും ബാക്കി 25% ഓഫ് ടൈമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ കേസിൽ വോൾട്ടേജ് നമുക്ക് ഇൻക്രീസ് ചെയ്തതായിട്ട് കാണാം. അതായത് ഓൺ ടൈം അത്ര നേരം ഇത് ഓണാണ്, അതിന് ഓഫ് ടൈം വളരെ കുറവാണ്. അടുത്തതായിട്ട് ഇവിടെ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ നേരെ ഇൻവേഴ്സാണ്. അതായത് ഓഫ് ടൈം ഓൺ ടൈം 25%, ഓഫ് ടൈം 75%. ഇവിടെ ഇതിന് നമുക്ക് 25% ഡ്യൂട്ടി സൈക്കിൾ. അപ്പോൾ എത്ര നേരം പൾസ് ഓണാണ് എന്നുള്ളതാണ്, ഓൺ ടൈം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അടുത്തതായി നമുക്ക് കാണാവുന്നത് ദിസ് ഫ്രീക്വൻസി ഈസ് മെഷേർഡ് ഇൻ ഹെർട്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫ്രീക്വൻസി മെഷർ ചെയ്യാം. ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ഹെർട്സ് ആൻഡ് സെറ്റ്സ് ഹൗ മെനി ടൈംസ് ദ സിഗ്നൽ ക്യാൻ സ്വിച്ച് പെർ സെക്കൻഡ്. ഇവിടെ ഒരു സെക്കൻഡിൽ എത്ര തവണ സ്വിച്ച് ചെയ്യുന്നു, ഓൺ ഓഫ് ആകുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അതൊരു ക്യാൻ ബി മെഷേർഡ് ഇൻ ഹെർട്സ്. ഫോർ എക്സാമ്പിൾ, ഇഫ് വി സെറ്റ് ദ ഫ്രീക്വൻസി ടു 500 ഹെർട്സ്, ദാറ്റ് വുഡ് മീൻ ദാറ്റ് ദ സിഗ്നൽ കുഡ് സ്വിച്ച് 500 ടൈംസ് ഇൻ എ സെക്കൻഡ്. ഇപ്പോൾ ഇവിടെ 500 ഹെർട്സ് ആണ് എടുക്കുന്നത്, ഒരു സെക്കൻഡിൽ 500 തവണ ഓൺ ഓഫ് ആകും. അതായത് ഇത് നമുക്ക് ബേസിക്കലി നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്നവർക്ക് ഇത് വളരെ എളുപ്പം. കാരണം ഒരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഒരു പക്ഷേ 500 ഹെർട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മീൻ ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് 500 ഹെർട്സ് എന്നാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. 500 ഹെർട്സ് എന്ന് പറഞ്ഞാൽ 500 ടൈംസ് എ സെക്കൻഡ് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അടുത്തതായി ദിസ് വിൽ കം ക്ലിയർ ആസ് വി യൂസ് ദ പിൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റ് പ്രോജക്റ്റും അതിൻ്റെ പിൻസ് യൂസ് വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ ക്ലിയർ ആകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഇത് സ്ലൈഡിൽ നമുക്ക് കാണാം. Then these are the power pins. So V input, that voltage in, this pin is used
when we power the Arduino board using an external power supply. അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടൊരു പവർ സപ്ലൈ കണക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കണക്ടർ വഴി നമുക്ക് ഇതിലേക്ക് പവർ കൊടുക്കാം. അതിന് വി ഇൻ എന്ന് പറയുന്ന വോൾട്ടേജ് ആണ് കൊടുക്കുക. അടുത്തത് ജി എൻ ഡി, ദീസ് ആർ ദ ഗ്രൗണ്ട് പിൻസ്. ഇവിടെ നമുക്ക് കാണാം ഈ ഗ്രൗണ്ട് പിൻ, ഇതാണ് വി എന്ന് പറയുന്നത്, ഇത് ഗ്രൗണ്ട് പിന്നാണ്. ദീസ് ആർ ദി ഗ്രൗണ്ട് പിൻസ് ആൻഡ് 5 വോൾട്ട്, ദിസ് ഈസ് 5 വോൾട്ട് ഔട്ട് ആൻഡ് ഈസ് യൂസ് ടു പവർ മോസ്റ്റ് സെൻസേഴ്സ്. ഇവിടെ 5 വോൾട്ട് എന്ന് കാണിച്ചിരിക്കുന്നത് ഔട്ട്പുട്ടാണ്. അത് എക്സ്റ്റേണലിൽ മറ്റ് സെൻസറുകൾക്ക് ആവശ്യമുള്ള പവർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. Then 3.3 volt, this is 3.3 out and can be used to power sensors that are compatible with 3.3 volt. ഇവിടെ 3.3 വോൾട്ട് കൂടെ നമുക്ക് ഔട്ട്പുട്ടിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചില സെൻസേഴ്സിൽ 3.3 വോൾട്ട് ആയിരിക്കും വേണ്ടി വരിക. അത്തരം സെൻസേഴ്സിൽ 3.3 പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വോൾട്ടേജ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 വോൾട്ടേജസ് അവൈലബിൾ ആണ്, 5 വോൾട്ട് അവൈലബിൾ ആണ്, 3.3 വോൾട്ട് ഇവിടെ അവൈലബിൾ ആണ്. Reset. This pin can be used to reset the Arduino board by an external source. അപ്പോൾ ഇത് എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ച് നമുക്ക് റിസെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ റിസെറ്റ് എന്നുള്ളൊരു പിന്ന് കാണാം. ഇവിടെ റിസെറ്റ് എന്ന് പറഞ്ഞ പിന്നുള്ളത്. ഓക്കെ, ദെൻ IO റെഫറൻസ്, IORF, ദിസ് ഈസ് ദ റെഫറൻസ് വോൾട്ടേജ് ഫോർ ദി ബോർഡ് ഫോർ ദി Arduino. ദിസ് വിൽ ബി 5 വോൾട്ട്. ഇവിടെ നമുക്ക് IO റെഫറൻസ് എന്ന് പറയുന്നൊരു വാല്യൂ ഇവിടെ കാണാം. IO റെഫറൻസ് ഈ കാണുന്നത്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്. ആ 5 വോൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ റെഫറൻസ് വോൾട്ടേജ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ബോർഡിൻ്റെ റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് ഉപയോഗിക്കാനാണ്. ഓക്കെ, അടുത്തത് ദെൻ വി ഹാവ് സീരിയൽ പിൻസ് യൂസ്ഡ് ഫോർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നമുക്ക് മൈക്രോ കൺട്രോളർ 8051 സീരിയൽ പിൻസ് ഉള്ള പോലെ ഇവിടെയും നമുക്ക് സീരിയൽ പിൻസ് ഉണ്ട്. അപ്പോൾ ഈ സീരിയൽ പിൻസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് സീരിയൽ IO കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. സോ ഇവിടെ നമുക്ക് കാണാം TX RX എന്ന് എഴുതിയിട്ടുള്ള പിൻ നമ്പർ ഇതായി കാണുന്ന പിന്ന്, ഈ കണക്ടർ, ആ കണക്ടർ TX RX എന്ന് കാണുന്നതാണ് സീരിയൽ IO പിൻ എന്ന് പറയുന്നത്. സോ ഇവിടെ RX ഡിജിറ്റൽ പിൻ 0 ഈസ് യൂസ് ടു റിസീവ്. ഇവിടെ RX എന്ന് പറയുന്നത് റിസീവ് ചെയ്യാനുള്ള പിന്നാണ്. ദെൻ TX ഡിജിറ്റൽ പിൻ 1 ഈസ് യൂസ് ടു ട്രാൻസ്മിറ്റ്. അപ്പോൾ TX എന്ന് പറയുന്ന ഡിജിറ്റൽ പിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ വർക്ക്സ് ഓൺ ബൈനറി. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. സീരിയൽ കമ്മ്യൂണിക്കേഷൻ വളരെ ബേസിക് കാര്യങ്ങളാണ്. നമുക്ക് 1s and 0s കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ പ്രൊവൈഡഡ് ഫോർ ലീഗസി റീസൺസ് പ്രൈമറി. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം പാരലൽ IO കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റാണ് സീരിയലിനെ അപേക്ഷിച്ച്. പക്ഷേ നമുക്കവിടെ പിന്നിൻ്റെ എണ്ണം കുറയ്ക്കണമെങ്കിൽ ഇവിടെ സീരിയൽ പിൻസ് അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ പിന്നിൻ്റെ നമ്പേഴ്സ് കുറയ്ക്കാൻ കഴിയുന്നുള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് SPI പിൻസ്. സോ SPI പിൻസ് എന്നോട് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ പെരിഫറൽ ഇൻ്റർഫേസ് എന്നാണ്. SPI സ്റ്റാൻഡ്സ് ഫോർ സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ് ആണ്. SPI സ്റ്റാൻഡ്സ് ഫോർ സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ്. അപ്പോൾ ഇവിടെ SPI പിൻസ് ആർ യൂസ്ഡ് ഫോർ സിങ്ക്രോണസ് സീരിയൽ ഡാറ്റ പ്രോട്ടോകോൾ ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ മൈക്രോ കൺട്രോളർ ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പെരിഫറൽ ഡിവൈസസ്. അപ്പോൾ ഇവിടെ മൈക്രോ കൺട്രോളറിന് പുറമേയുള്ള എല്ലാ ഡിവൈസിനെയും നമുക്കിവിടെ പെരിഫറൽ എന്ന് വിളിക്കാം. അത്തരത്തിൽ പെരിഫറൽ ഡിവൈസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ് പിൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ദിസ് പ്രോട്ടോകോൾ ഓൾവേസ് ഹാസ് വൺ മാസ്റ്റർ വിത്ത് 1 or more സ്ലേവ് ഡിവൈസസ്. ഈ പ്രോട്ടോകോൾ സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ് പ്രോട്ടോകോളിൽ ഒരു മാസ്റ്ററും കുറേ സ്ലേവും ഉണ്ടാവും. സോ ദ പ്രോട്ടോകോൾ ഓൾവേസ് ഹാസ് one master with 1 or more slave. Then MISO, the master in slave out pin, is used to send data from the slave to the master. Then the master in MISO എന്ന് പറയുന്ന ഇവിടെ പിന്ന് നമ്മളുണ്ട്, കാണാം. ഈ പിൻ നമ്പർ 12 ആണ് ഇവിടെ. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന മാസ്റ്റർ ഇൻ സ്ലേവ് ഔട്ട്പുട്ട് പിന്നാണ്. ആൻഡ് ദാറ്റ് ഈസ് യൂസ് ടു സെൻഡ് ഡാറ്റ ഫ്രം ദ സ്ലേവ് ടു ദ മാസ്റ്റർ ഡിവൈസ് എന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ MOSI, മാസ്റ്റർ ഔട്ട് സ്ലേവ് in the pin is used to send data from the master to the slave device. So മാസ്റ്ററിൽ നിന്നും സ്ലേവിലേക്ക് അയക്കാൻ വേണ്ടിയാണ് മാസ്റ്റർ ഔട്ട് സ്ലേവ് ഇൻ ഉപയോഗിക്കുന്നത്. ദെൻ SCK,
the serial clock synchronizes the data transmission and is generated by the master. അപ്പോൾ SCK എന്ന് പറയുന്നത് എന്താണ്? സീരിയൽ ക്ലോക്ക് എന്നാണ് SCKയുടെ മീനിങ്. ഇവിടെ കാണാം SCK എന്ന് പറഞ്ഞ പിൻ നമ്പർ 13 ആണ്. സോ ഈ SCK എന്ന് പറയുന്ന സീരിയൽ ക്ലോക്ക് സിങ്ക്രണൈസസ് ദ ഡാറ്റ ട്രാൻസ്മിഷൻ ആൻഡ് ഈസ് ജനറേറ്റഡ് ബൈ ദ മാസ്റ്റർ. ഈ സീരിയൽ ക്ലോക്ക് ജനറേറ്റ് ചെയ്യുന്നത് മാസ്റ്റർ തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ SS, the slave select pin tells the slave to go active or go to sleep, and this is used to select which slave device should receive the transmission from the master. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോട്ടോക്കോളിൽ ഒരു മാസ്റ്ററും സെവറൽ സ്ലേവ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു മാസ്റ്ററും സെവറൽ സ്ലേവ്സും ഉണ്ടാകുമ്പോൾ ഈ ഡേറ്റ അല്ലെങ്കിൽ അയക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഏത് സ്ലേവിനാണോ ആ സ്ലേവിന് ആക്റ്റീവ് ആകാനായിട്ട് സാധിക്കണം. ആ രീതിയിൽ അതിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്ലേവ് സെലക്ട് പിന്ന് കൊടുത്തിട്ടുള്ളത്. സോ ദ സ്ലേവ് സെലക്ട് പിൻ ടെൽസ് ദ സ്ലേവ് ടു ഗോ ആക്റ്റീവ് ഓർ ഗോ ടു സ്ലീപ്പ്, ആൻഡ് ദിസ് ഈസ് യൂസ് ടു സെലക്ട് വിച്ച് സ്ലേവ് ഡിവൈസ് ഷുഡ് റിസീവ് ദ ട്രാൻസ്മിഷൻ ഫ്രം ദ മാസ്റ്റർ. അടുത്തത് നമ്മൾ ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് കിടക്കാം. ഇൻസ്റ്റാളിംഗ് ദി IDE. The first step in programming an Arduino board is install the Arduino IDE or Integrated Development Environment. അപ്പോൾ ഈ IDE നമ്മൾ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ്. കാരണം ഇത് ഈ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റിൽ നിന്നിട്ടാണ് നമ്മൾ ഇതിനെ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇത് സാധാരണ എംബഡഡ് C ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണെന്ന് പറയാം. ഇത് എംബഡഡ് C അഥവാ അതിൻ്റെ സ്ക്രിപ്റ്റ്, ഇതിന് സിമിലർ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് ഇവിടെ റൺ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഈ കോഡ് ചെയ്യുക. ആ കോഡ് എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ Arduino Uno ബോർഡിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രോഗ്രാം ചെയ്യാൻ, ആ ബോർഡിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. സോ ലിനക്സ് ഓർ റാസ്ബെറി പൈ, ഇപ്പോൾ നമുക്കിവിടെ ഈ IDEക്ക് മൾട്ടിപ്പിൾ യൂസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇത് തന്നെ ഈ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഇത്തരത്തിൽ Arduinoക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ലിനക്സ് പിന്നെ ബേസ് റാസ്ബെറി പൈനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ടൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. Then this program checks codes and loads it onto the Arduino and install the latest version of Arduino using the apt sudo apt get update and sudo apt get update. അപ്പോൾ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു apt ഇവിടെ ഒരു ഫയലുണ്ട്. ആ ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ sudo apt get installed on Arduino get. അപ്പോൾ ഇവിടെ Arduino ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഇവിടെ OS നമുക്ക് സെലക്ട് ചെയ്യാം. വിൻഡോസ് OSന് വേണ്ടിയിട്ടാണ്. അതിപ്പം വിൻഡോസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഈ ഡൗൺലോഡ് ഫ്രം https://www.arduino.ccen മെയിൻ സോഫ്റ്റ്. അപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ IDE നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഓപ്പൺ സോഫ്റ്റ്വെയർ ആണിത്. അതേസമയം ഓപ്പൺ ഹാർഡ്വെയർ ആണ്. ഇത് ഫ്രീ ആയിട്ടെന്ന് പറയുന്നത് ഫ്രീ ടു യൂസ് അല്ലെങ്കിൽ ഫ്രീ ടു ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയാം. അപ്പോൾ അത്തരത്തിൽ അതാണ് അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അത് നമുക്കത് വെച്ച് എന്തും ഇതിനെ മോഡിഫൈ ചെയ്ത് എന്ത് ഡിവൈസോ അല്ലെങ്കിൽ എന്ത് പ്രോജക്റ്റ് വേണമെങ്കിലും ഏതൊരു ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഇതിന് ഉപയോഗിക്കാം. അതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല. പ്രോഗ്രാമിംഗ് ഫോർ Arduino. അപ്പോൾ നമുക്ക് നോക്കാം ജസ്റ്റ് പ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്യാന്നുള്ളത്. The Arduino programming language is based on a very simple hardware. Programming language is called processing, which is similar to the C language. ഇത് C ലാംഗ്വേജിന് സിമിലർ ആണ്. ഇവിടെ പ്രോഗ്രാം ലാംഗ്വേജിന് നമ്മൾ വിളിക്കുന്ന പ്രോസസ്സിംഗ് എന്ന് പറയാം. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഇതിൻ്റെ കോഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നമ്മൾ സാധാരണ ഇതില്ല C പ്രോഗ്രാം തന്നെയാണ്. So this is the basic code structure: void setup function, curly brace open, statements, then braces close, void loop, then open the braces, statement, then close the loop. ഇത് C പ്രോഗ്രാം അറിയുന്ന ഒരാൾക്ക്, മനസ്സിലാവുന്ന ഒരാൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടാൽ അറിയാം. അപ്പം അത്തരത്തിൽ നമുക്ക് ഇത് ലൂപ്പിനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കാരണം സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ എഴുതിയിട്ടില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഇത് സൈറ്റ് ചെയ്യുന്നത്. അതുപോലെ സെറ്റപ്പിന് വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. ലൂപ്പ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ
setup എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷനാണ്. So the setup function is the first to execute when the program is executed, and this function is called once. ഇവിടെ void setup എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷനെ ഒരു പ്രാവശ്യം നമ്മൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. Then the setup function is the first to execute when the program is executed, and this function is called only once. Used to initialize the pin modes and and start serial communication, and this function has to be included even if there are no statements to execute. ഈ void setup എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. കാരണം എന്താ വെച്ചാൽ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പിൻ മോഡ്സിനെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഈ ഫംഗ്ഷൻ നമുക്ക് ആവശ്യമാണ്. Then the execution block runs after setup and host statement like reading inputs, triggering outputs, checking conditions, etc. As the name suggests, the loop function executes the set of statements enclosed in curly braces repeatedly. ഇവിടെ ലൂപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ലൂപ്പാണ്. അപ്പോൾ ഈ കേർലി ബ്രേസസിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഒരു ലൂപ്പിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. സോ ദി എക്സിക്യൂഷൻ ബ്ലോക്ക് runs after setup and host statement like reading input, triggering output, and checking conditions. As the name suggests, the loop function executes the set of statements enclosed in the curly braces repeatedly. അപ്പോൾ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഈ പ്രോസസ്സ് ഈ കാണുന്ന എക്സിക്യൂഷൻ ബ്ലോക്കിലുള്ള ഈ പ്രോസസ്സ് അത് റീഡിങ് ഇൻപുട്ട്, ട്രിഗറിങ് ഔട്ട്പുട്ട്, ചെക്കിങ് ദ കണ്ടീഷൻ, കാരണം ഇതൊക്കെ ഒരു ലൂപ്പിൽ ഒരു സോഫ്റ്റ്വെയർ പോളിങ്ങിൽ ഇത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നടക്കുന്നുണ്ടോ, അവിടെ ഇൻപുട്ട്സ് പോർട്ട് ഇടയ്ക്കിടയ്ക്ക് റീഡ് ചെയ്യണം, ഇൻപുട്ട് പോർട്ട്, ഔട്ട്പുട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം, ട്രിഗർ ചെയ്യണം. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പോളിങ്ങിൽ ആണ് ഇത് കൊടുത്തിട്ടുള്ളത്, ലൂപ്പിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു പ്രോഗ്രാമാണ്. ഇറ്റ്സ് എ പ്രോഗ്രാം ടു കൺട്രോൾ ദി ബ്രൈറ്റ്നെസ് ഓഫ് എൻ LED. ഇവിടെ വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. INT LED equal to 9, then INT brightness equal to 0, INT fade equal to 5. So first is the comments. Here you can see double slash ആണ്, ഫോർവേഡ് സ്ലാഷ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഫോർവേഡ് സ്ലാഷിന് റൈറ്റിലേക്ക് എഴുതുന്നതൊക്കെ കമൻ്റ് ആയിരിക്കും, പക്ഷേ ഇത് പ്രോഗ്രാമിൻ്റെ പാർട്ടല്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്താണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ ഇൻസ്ട്രക്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഇവിടെ കമൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. എന്താ കമൻറ്റ് കൊടുത്തിരിക്കുന്നത്? ദ ഡിജിറ്റൽ പിൻ ടു വിച്ച് the LED is connected. So here INT LED equal to 9 എന്ന് പറഞ്ഞാൽ 9ാമത്തെ പിന്നാണ്, ഡിജിറ്റൽ പിന്നാണ് ഇവിടെ LED കണക്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയാണ്. Then INT brightness equal to 0, brightness of the LED is initially set to 0. ഇവിടെ LEDയുടെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 0ലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് INT brightness equal to 0 കൊടുത്തിരിക്കുന്നത്. Then INT fade is equal to 5. So by how many points the LED should fade? ഇവിടെ ഫെയ്ഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഫിക്സ് ചെയ്തു, അതിനകത്ത് 5 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പോൾ എത്ര പോയിൻറ്റ്സ് ആണ് LED ഫെയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ആണ് ഇവിടെ ഈ ഫെയ്ഡ് ഉദ്ദേശിക്കുന്നത്, ആ വേരിയബിൾ കൊണ്ട് ഉപയോഗം. നമുക്കിത് ഇത് കണക്ട് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യിക്കാനായിട്ട് വോയിഡ് സെറ്റപ്പ്, ഇത് ഓൾറെഡി നമ്മൾ എപ്പോഴും മുന്നേക്ക് പറഞ്ഞ പോലെ ഇൻക്ലൂഡ് ചെയ്യണം, വോയിഡ് സെറ്റപ്പ് ഇൻക്ലൂഡ് ചെയ്യണം. അതിനുശേഷം ഓപ്പൺ ദി കർലി ബ്രേസ്, പിൻ മോഡ് LED ഔട്ട്പുട്ട്. പിൻ 10 ഈസ് സെറ്റ് ആസ് ദി ഔട്ട്പുട്ട് പിൻ. ഇവിടെ നമുക്ക് പിന്ന് 10 എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് പിന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള, LEDക്ക് ഔട്ട്പുട്ട് പിന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ ഈ പിൻ മോഡ് LED എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പിന്നായിട്ട് കോൺഫിഗർ ചെയ്തു. ദെൻ വോയിഡ് ലൂപ്പ്, ദ ലൂപ്പ് ഫങ്ഷൻസ് റൺസ് ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ ഈ വോയിഡ് ലൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് റൺ ചെയ്യും. ഇങ്ങനെ ലൂപ്പ് എന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വീണ്ടും വീണ്ടും റൺ ചെയ്യുന്നത്. ദെൻ അനലോഗ് റൈറ്റ് LED ബ്രൈറ്റ്നസ്, സെറ്റ് ബ്രൈറ്റ്നസ് ഓഫ് ദി LED. ഇപ്പോൾ ഇവിടെ അനലോഗ് റൈറ്റ് എന്ന് കൊടുക്കുന്നതോടുകൂടി ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്ന ഇക്വലൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ അത് എത്രയാണോ അത് ഔട്ട് ചെയ്യും ആ പോർട്ടിലേക്ക്. അപ്പോൾ അത് എന്ത് ചെയ്യും, LEDയുടെ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യാൻ കഴിയും. ദെൻ ബ്രൈറ്റ്നസ് ഈസ് ഈക്വൽ ടു ബ്രൈറ്റ്നസ് പ്ലസ് ഫെയ്ഡ്. ഇപ്പോൾ ഇനീഷ്യലി നമുക്കറിയാം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്ത് ബ്രൈറ്റ്നസ് ഈക്വൽ ടു ബ്രൈറ്റ്നസ് പ്ലസ് ഫെയ്ഡ് കൊടുത്തു കഴിയുമ്പോൾ ബ്രൈറ്റ്നസിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 5 ആയി, 0 + 5 ഈക്വൽ ടു 5 ആയി. So that increases the brightness of the LED by 5 points. 5 പോയിൻ്റ് അത് ഇൻക്രീസ് ചെയ്തു. ദെൻ ഇനി അത് വീണ്ടും ഇത് ലൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് 0.5 അതായത് 5 പോയിൻറ്റ്സ് വെച്ചിട്ട് ഇത് ഇൻക്രിമെൻറ്റ് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ അതിനൊരു കണ്ടീഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇഫ് ബ്രൈറ്റ്നസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0
or brightness is greater than or equal to 255, check the level of brightness. ഇപ്പോൾ ഇവിടെ ബ്രൈറ്റ്നസ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്ന എന്താണ് പറഞ്ഞിരിക്കുന്നത്, 0ക്കും 255ക്കും ഇടയ്ക്ക് ആണ് വാല്യൂസ് എന്ന് നോക്കുക. അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഫെയ്ഡ് ഈക്വൽ ടു മൈനസ് ഫെയ്ഡ്. അപ്പോൾ ഫെയ്ഡ് ഈക്വൽ ടു മൈനസ് ഫെയ്ഡ് എന്ന് പറഞ്ഞാൽ അതിന് ഇൻവേഴ്സ് വാല്യൂയിലേക്ക് കൊണ്ടുവരിക, അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് വാല്യൂയിലേക്ക് കൊണ്ടുവരിക, പോയിന്റ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ദെൻ ഡിലേ 30, വെയിറ്റ് ഫോർ 30 മില്ലി സെക്കൻഡ്. അപ്പോൾ ഡിലേ ഇവിടെ കൊടുത്തിരിക്കുകയാണ്, ഒരു 30 മില്ലി സെക്കൻഡ് ഡിലേ കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം പ്രോഗ്രാം ഹോൾട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ് ആദ്യം തന്നെ LED ഓൺ ആവുന്നു, ഓണായിട്ട് ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യുന്നു, ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്തതിന് ശേഷം മാക്സിമം ബ്രൈറ്റ്നസ് ആയതിനു ശേഷം അത് നേരെ ലൂപ്പിന് പുറത്ത് വരുന്നു, അത് അവിടെ ഫെയ്ഡായി പോകുന്നു, ലൈറ്റ് ഫെയ്ഡ് ആവുന്നു, അത് ഡിക്രീസ് ചെയ്യുന്നു. ഇവിടെ ഈ ഫെയ്ഡ് ഈക്വൽ ടു മൈനസ് ഫെയ്ഡ് എന്ന് പറയുന്നത് ലൈറ്റ് ഡിക്രീസ് ചെയ്ത് അവിടെ ഡിലേ കൊടുത്തിട്ടുണ്ട്. ആ ഡിലേക്ക് അനുസരിച്ച് അവിടെ അത് സ്റ്റോപ്പിലേക്ക് വരുന്നു. ഓക്കെ, അടുത്തതായി നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാം കാണാം. ഓക്കെ, സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് സ്ലൈഡ്. സോ നമുക്കിപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നിങ്ങളുടെ ഡിജിറ്റൽ റീഡ്, അനലോഗ് റൈറ്റ് എന്നൊക്കെയുള്ള ഏകദേശം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് മനസ്സിലായി, എങ്ങനെ പ്രോഗ്രാം എഴുതാമെന്ന്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ എക്സാമ്പിൾ പ്രോഗ്രാംസ് നമ്മൾ ട്യൂട്ടോറിയലിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് Arduinoയുടെയൊക്കെ ബുക്കുകൾ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ മെറ്റീരിയൽസ് എല്ലാം കിട്ടും. നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ആ പുസ്തകത്തിലെ ട്യൂട്ടോറിയലിൽ തന്നെ, അതുപോലെ സ്ലൈഡിൻ്റെ തുടക്കത്തിലുള്ള പിന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഞാനതിൻ്റെ ട്യൂട്ടോറിയൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ ട്യൂട്ടോറിയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. അപ്പോൾ അത് ഇനി സാവകാശം വായിച്ച് നിങ്ങൾക്ക് അതിൻ്റെ നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ ഇത് ക്ലാസ് നിർത്തുന്നതിന് മുമ്പേ 1-2 ആപ്ലിക്കേഷൻസ് ഇവിടെ നിങ്ങളെ കാണിച്ചു തന്നേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള PDF ട്യൂട്ടോറിയൽ മെറ്റീരിയൽസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അത് വായിച്ചാൽ വളരെ ക്ലിയറാണ്. ഇതിപ്പം ഒന്നും അറിയാത്ത ഈ മൈക്രോ പ്രോസസ്സറോ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന സബ്ജക്റ്റ് അറിയാത്ത ഒരാൾക്ക് പോലും ഫ്രീലി ഇത്തരത്തിലുള്ള റിസോഴ്സസ് അവൈലബിൾ ആണ് വെബിൽ. അതിൽ ആർക്കും, ഇത് താല്പര്യമുള്ള ആർക്കും അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ട്യൂട്ടോറിയൽ PDF ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ തന്നെ അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടിക്കോളും. പിന്നെ ബാക്കി സിയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് പ്രോഗ്രാമിങ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, സോ മറ്റ് വേറെ ഇത് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇതിപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്.
ഒരു കൺട്രോൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. സോറി, ഇത് പ്രസൻറ്റേഷൻ ഇതല്ല. ഓക്കെ, ഇതൊരു കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് ഇതിൻ്റെ. മൊബൈൽ കൺട്രോൾഡ് കാർ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ആപ്ലിക്കേഷൻസ് ഇതിൻ്റെ. Okay, outline, introduction, problem statement, project algorithm, hardware, components, software part, conclusion, future work. ഇതൊരു പ്രോജക്റ്റ് ആണ് ആക്ച്വലി. The project is mainly about controlling car movement using mobile application. ഇതൊരു ജസ്റ്റ് ഒരു കാറ് മൊബൈൽ യൂസ് ചെയ്തിട്ട് ഒരു കാർ കൺട്രോൾ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ കാണാം സെൻസേഴ്സ്. ഇവിടെ പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിൽ തന്നെ പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു മൊഡ്യൂളാണ്, സെൻസർ മൊഡ്യൂൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് നമുക്ക് ചെയ്യാം. ദെൻ ഇവിടെ നമുക്ക് ഇതിൽ മൊബൈലിൽ ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ള ഈ മൊഡ്യൂൾ ബേസ് ചെയ്തിട്ട് നമുക്ക് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതിൻ്റെ മോട്ടറുകൾ നമുക്ക് കാണാം. DC മോട്ടറുകളാണ്. മോട്ടറുകൾ ഇവിടെ പുറത്ത് കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ DC മോട്ടറുകളാണ് വീലിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ, അതായത് ഫോർവേഡ് ആണോ അതോ ബാക്ക്വേഡ് ആണോ എന്നുള്ളതിനനുസരിച്ച് വെഹിക്കിളിൽ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ബ്ലൂടൂത്ത് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം മൊബൈലിലൂടെ. ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രോജക്റ്റ് അൽഗോരിതമാണ് ഇത്. ഞാൻ ഈ അൽഗോരിതം ജസ്റ്റ് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഇത്തരത്തിലുള്ള അപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. Arduino ബോർഡ് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇതിനാവശ്യമുള്ള ഈ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഹാർഡ്വെയർ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് Arduino Uno ബോർഡാണ്. ദെൻ അടുത്തത് L293D മോട്ടോർ ഡ്രൈവർ ചിപ്പ്. ഇതും നമുക്ക് റെഡിലി അവൈലബിൾ ആണ്, ഷീൽഡായിട്ട് നമുക്ക് അവൈലബിൾ ആണ്, ഹാർഡ്വെയർ ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ അൾട്രാസോണിക് ഡിസ്റ്റൻസ് സെൻസർ, നേരത്തെ പ്രോക്സിമിറ്റി സെൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ SRF04 അൾട്രാസോണിക് ഡിസ്റ്റൻസ് സെൻസർ. ദെൻ HC05 ബ്ലൂടൂത്ത് സ്ലേവ്, അതായത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബ്ലൂടൂത്ത് സ്ലേവ് ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ പ്രോട്ടോടൈപ്പിംഗ് ബോർഡ് ആൻഡ് കേബിൾസ്, അത് നമ്മൾ സാധാരണ ബ്രെഡ് ബോർഡ് പോലുള്ള ബോർഡുകൾ. ദെൻ USB കേബിൾ
വെഹിക്കിൾ കിറ്റ് നമുക്ക് കിറ്റായിട്ട് വെഹിക്കിളിൻ്റെ പാർട്സ് വാങ്ങാൻ കിട്ടും. USB കേബിൾ വേണം. ഇലക്ട്രോണിക് സ്പീക്കർ, ചെറിയ സ്പീക്കർ വേണം സിഗ്നൽ ഔട്ട്പുട്ട് കേൾക്കാനൊക്കെ ആയിട്ട്. ദെൻ സെർവോ മോട്ടർ, ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടറിനകത്ത് സെർവോ മോട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് സെർവോ മോട്ടർ അല്ലെങ്കിൽ DC മോട്ടർ, നമുക്ക് ആവശ്യമുള്ള മോട്ടർ ഏതാണോ അത് ഉപയോഗിക്കാൻ കഴിയും. ഇതാണ് ഇവിടെ Arduino Uno ബോർഡ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട Arduino Uno ബോർഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് ഇവിടെ ഇതിൻ്റെ Arduinoയുടെ ബെനിഫിറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ സോഴ്സാണ് ഒന്ന്, രണ്ടത് ഫ്ലെക്സിബിളാണ്, ഈസി ടു യൂസ് ആണ്, അത് ഇൻഎക്സ്പെൻസീവാണ്, വളരെ ചിലവ് കുറവാണ്. ഓൺലൈൻ കമ്മ്യൂണിറ്റി, അത് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ഗിറ്റ്ഹബിലൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് കോണ്ടാക്ട്സ് ഉണ്ടാവും. ഇതിൽ ഇത്തരം പ്രോജക്റ്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് കമ്മ്യൂണിറ്റി ഉണ്ട് ഇതിന്. അടുത്തത് സോഫ്റ്റ്വെയർ പാർട്ട് എന്ന് പറയുന്നത് is placed on the PC we are used in order to program and communicate with the Arduino board. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് PCക്കകത്ത്, അതായത് IDE എന്ന് പറയുന്ന നേരത്തെ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ്, അത് PCക്കകത്ത് ഉണ്ടാവും. അത് വെച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. പിന്നീട് അത് Arduino ബോർഡായിട്ട് നമുക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും അതിൻ്റെ കണക്റ്റിംഗ് കേബിൾ ഉപയോഗിച്ച്. ദെൻ example of connecting the USB cable with Arduino module on port is COM22. ഇവിടെ നമുക്ക് USB കേബിൾ വഴി Arduino മൊഡ്യൂൾ ബോർഡിലേക്ക് നമുക്ക് പോർട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ COM22 എന്ന് പറയുന്ന പോർട്ട് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ. അവിടെ അത് നമുക്ക് ID നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും. ദെൻ ഇവിടെ സോഫ്റ്റ്വെയർ, സം ഓഫ് ദി ലൈബ്രറീസ് വി യൂസ് ദിസ് അൾട്രാസോണിക് ലൈബ്രറി to read data from the ultrasonic sensor and print the distance between obstacles and sensor. Then motor driver library to test the motor. Then servo library to control our servo motor. Then software serial library to get data sent from Android application to Arduino on serial. അപ്പോൾ ഇവിടെ തരത്തിൽ നമുക്ക് പല രീതിയിൽ അപ്ലിക്കേഷൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ ഹാർഡ്വെയർ ആണ് കണ്ടത്. ഈ ഹാർഡ്വെയറിന് നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആവശ്യമുണ്ട്. ആ ഫങ്ഷൻസൊക്കെ ഈ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. അത് അൾട്രാസോണിക് ലൈബ്രറി എന്ന് പറയുന്ന ലൈബ്രറിയിലാണ് നമുക്ക് അൾട്രാസോണിക് സെൻസറിന് ആവശ്യമായിട്ടുള്ള ഫങ്ഷൻ ഉണ്ടാവുക. ദെൻ മോട്ടോർ ഡ്രൈവർ ലൈബ്രറിയിൽ മോട്ടോർ കൺട്രോൾ ചെയ്യാനുള്ള ഫങ്ഷൻ ഉണ്ടാവും. സെർവോ ലൈബ്രറിയിൽ സെർവോ മോട്ടോർ കൺട്രോൾ ചെയ്യാനുള്ള ഫങ്ഷൻ ഉണ്ടാവും. അതിൽ സോഫ്റ്റ്വെയർ സീരിയൽ ലൈബ്രറിയിൽ നമുക്ക് സീരിയൽ ഡേറ്റ അയക്കാനുള്ള ഫങ്ഷൻസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ദെൻ ഡിസ്റ്റൻസ് സെൻസേഴ്സ്, അപ്പോൾ ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ട്, അഥവാ അൾട്രാസോണിക്സ് സിഗ്നൽ ഉപയോഗിച്ചാണ് ഡിസ്റ്റൻസ് അളക്കുന്നത്. ദെൻ വി ഹാവ് ടു വെയിറ്റ് റിസീവ് എ ബൗൺസ് സിഗ്നൽ. അപ്പോൾ ഒരു സിഗ്നൽ അയച്ചിട്ട് അത് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് വരാൻ എടുക്കുന്ന സമയം, ആ ഡിലേ ആണ് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിഗ്നൽ ഒരു സെൻസറിൽ നിന്നും അയച്ച് അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് വരുന്ന ആ സമയം ആണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തത്. സോ വി വിൽ യൂസ് ദിസ് ലിറ്റിൽ ഡിവൈസ് ടു പ്രിവെൻറ്റ് ദ വെഹിക്കിൾ ഫ്രം ഹിറ്റിംഗ് വാൾസ് ആൻഡ് അതർ ഒബ്സ്റ്റക്കിൾ ഇൻ ദിസ് വേ. ഇവിടെ കാണാം ഇതിൻ്റെ ഷേപ്പ്. ഇതാണ് ഈ ഇതിൻ്റെ പ്രോക്സിമിറ്റി സെൻസർ, അഥവാ ഈ പറയുന്ന ഡിസ്റ്റൻസ്, അത് അൾട്രാസോണിക് ഡിസ്റ്റൻസ് സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഹൗ ടു കണക്ട് വിത്ത് ആർഡിനോ. ഇപ്പോൾ ആർഡിനോയിലേക്കുള്ള കണക്ഷൻ നമുക്ക് കാണാം, അൾട്രാസോണിക് സെൻസറും ഇതായിട്ടുള്ള. ദെൻ ഇതൊക്കെ പ്രോട്ടോടൈപ്പ് ചെയ്യാൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് ബ്ലൂടൂത്ത് മോഡ്യൂളാണ്. ഈ ബ്ലൂടൂത്ത് മോഡ്യൂൾ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. പിന്നിലേക്ക് കണക്ട് ചെയ്യാനുള്ള പിൻസാണ് കാണുന്നത്, കണക്ടറിലേക്ക് കണക്ട് ചെയ്യാനുള്ള പിൻസ്. ദെൻ ഇത് നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അത് ബ്രെഡ് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവിടുന്ന് വയർ ഉപയോഗിച്ചിട്ടാണ് വീണ്ടും കണക്ഷൻസ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ബ്ലൂടൂത്ത് മോഡ്യൂൾ. അത് കഴിഞ്ഞ് ഇത്തരത്തിൽ അടുത്ത സെർവോ മോട്ടോർ എന്നുള്ള മോഡ്യൂളാണ് കാണുന്നത്. ഈ കാണുന്നതാണ് സെർവോ മോട്ടോർ. അപ്പോൾ അതിൻ്റെ മോഡ്യൂളാണിത്. ദെൻ അടുത്തത് ഇലക്ട്രോണിക് സ്പീക്കർ. ഇതാ സ്പീക്കർ കണക്ട് ചെയ്യാം, സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാം. ദെൻ
ഇതൊരു സർക്യൂട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. മോട്ടേഴ്സും ഈ പറയുന്ന ഡിവൈസുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി, പ്രോട്ടോടൈപ്പ് കംപ്ലീറ്റ് ആയി. ദെൻ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രോജക്ട്സിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ നമുക്ക് ടെമ്പറേച്ചർ സെൻസർ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ടെമ്പറേച്ചർ സെൻസർ ഈ ആപ്ലിക്കേഷന് വേണ്ടി ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ടെമ്പറേച്ചർ സെൻസർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് പല കൺട്രോൾ ആപ്ലിക്കേഷൻസ് നമുക്ക് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ അതിൽ ടെമ്പറേച്ചർ സെൻസർ നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ LDR നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ LDR ഒക്കെ സെൻസറായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ട്യൂട്ടോറിയലിൽ ഈ ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിക്കുന്നതൊക്കെ അതുപോലെ LDR കണക്ട് ചെയ്യുന്നതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ട്യൂട്ടോറിയലെല്ലാം നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് യു ക്യാൻ ഗോ ത്രൂ ദീസ് ട്യൂട്ടോറിയൽ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ യു ക്യാൻ യൂസ് ദീസ് ഡിവൈസ്. ഈ Arduino Uno ബോർഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തനിയെ മനസ്സിലാക്കാം. സോ nothing further, let me stop the class. So if you have anything else or any doubts or you need any discussion, you can directly come to the college, we'll have a discussion. അപ്പോൾ നമുക്ക് ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങൾ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ വരുന്ന ദിവസം നമുക്ക് നേരിൽ കാണുകയും ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടും ക്ലാരിഫിക്കേഷനൊക്കെ ആവശ്യമുണ്ടെന്നേരം ഡിസ്കസ് ചെയ്യാം. ഇല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് എപ്പോഴും നിങ്ങൾക്ക് സ്വാഗതം, കോളേജിലേക്ക് വരാം, ഞങ്ങളവിടെ ഉണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇവിടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഹെൽപ്പോടുകൂടി നിങ്ങളൊന്ന് സോൾവ് ചെയ്യുക. ഞാൻ തന്നെ പിന്നെ മെറ്റീരിയൽസ് നോട്ട്സൊക്കെ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ നിന്ന് ഒക്കെ സോൾവ് ചെയ്യുക, കഴിയുന്ന ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി ചെയ്യുക. പിന്നെ നമുക്ക് മൈക്രോ കൺട്രോളറിനെ പറ്റിയൊരു ചെറിയൊരു ബുക്ക്, ഒരു 100 രൂപയുടെ ഒരു പുസ്തകം ബുക്ക് സ്റ്റാളിൽ അവൈലബിൾ ആണ്. ഇവിടെ കൽപ്പറ്റ നോട്ടിക്സിൽ അന്വേഷിച്ചാൽ കിട്ടും. മൈക്രോ കൺട്രോളർ നമ്മുടെ കോളേജിലെ ടീച്ചേഴ്സ് തന്നെ എഴുതിയതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കത് വാങ്ങാം. അത് പിന്നെ ശരിക്കും ഇതിൻ്റെ ഒതൻറ്റിക് റെഫറൻസ് എന്ന് പറയുന്നത് പിന്നെ ഒന്ന് അയാളയാണ്. അയാള എന്ന് പറയുന്ന പുസ്തകമാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അതിലെ ഡയഗ്രാംസും അതിലെ നോട്ട്സും ഒക്കെയാണ്. നമുക്കൊരു കുറച്ച് സിമ്പിളായിട്ട് പാസ്സാവണം എന്നുള്ള തീരെ അറിയില്ല, മൈക്രോ കൺട്രോൾ തീരെ ടച്ച് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ 100 രൂപയുടെ പുസ്തകം കടയിൽ നിന്ന് വാങ്ങിയാൽ അത് ഉപകാരപ്പെടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സുകളെല്ലാം വീഡിയോസ് അവൈലബിൾ ആണ് യൂട്യൂബ് ലൈവിൽ. നിങ്ങൾക്ക് ജസ്റ്റ് 1 by 1 എടുത്ത് കണ്ടാൽ മതി. അതിലെല്ലാം പൂർണ്ണമായിട്ട് കണ്ട കാര്യമില്ല, പാസ്സാകാൻ ആവശ്യമുള്ള അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് കാണാം. രണ്ടാമതൊരു കാര്യം, വളരെ ഇതിനെ മൊത്തം ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പഠിക്കണം എന്നുള്ളത് ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണത്. അത് ഏറ്റവും ഈ ഒരു പിന്നെ അവശ്യ സമയത്ത്, അതായത് നമുക്ക് സമയം ഇപ്പോൾ ഏകദേശം എക്സാമിനോട് അടുത്തിരിക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒന്ന് പിൻ ഡയഗ്രം. ഞാൻ എക്സാം നടത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഒന്ന് പിൻ ഡയഗ്രാമാണ് നടത്തിയത് എക്സാം. രണ്ടാമത് അതിൻ്റെ ഡീറ്റെയിൽഡ് ബ്ലോക്ക് ഡയഗ്രാം. ഡീറ്റെയിൽഡ് ബ്ലോക്ക് ഡയഗ്രം എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വലിയ ഡയഗ്രമാണ്. ആ ഡയഗ്രത്തിൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ അടക്കം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈവൺ അതിൻ്റെ പോർട്ട് അഡ്രസ്സ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഫുൾ ഡയഗ്രം നമ്മൾ രണ്ടാമത് നടത്തിയ പരീക്ഷ, ആ ഡയഗ്രം അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. അടുത്തതായി ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ പഠിക്കുക. ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രോഗ്രാംസും ഉണ്ടാകും. ഇപ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ പോലെ ചെറിയ പ്രോഗ്രാംസ് നിങ്ങൾക്ക് അറിയുന്നത് ചെയ്യാൻ മതി, അറിയുന്നത് ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. കാരണം നമ്മൾ ഇൻസ്ട്രക്ഷൻ ഏകദേശം കവർ ചെയ്തതാണ്. അഡീഷൻ, ലോജിക്കൽ ഓപ്പറേഷൻസും അഡീഷൻ സബ്ട്രാക്ഷനൊക്കെ നമ്മൾ എല്ലാം കഴിഞ്ഞതാണ്, ഓൺലൈനായിട്ട് എടുത്തിരുന്നു. കൂടാതെ നമ്മൾ പിന്നെ അഡ്രസ്സിങ് മോഡ്സ് പറഞ്ഞിരുന്നു. ഡയറക്റ്റ് അഡ്രസ്സിങ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചത് നിങ്ങൾ എക്യുപ്ഡ് ആണ്, എല്ലാ പോർഷൻസും നമുക്ക് കവേർഡാണ്. ഇതിലാപാടെ ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് സിമ്പിൾ പ്രോഗ്രാംസ് എഴുതി നോക്കുക.
കുറച്ച് പ്രോഗ്രാംസ് ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ഷെയർ ചെയ്യാം. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് 8085 ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഇവിടെ അത് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ മനസ്സിലാവും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ നേരിട്ട് കോളേജിൽ വരിക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഞാൻ ഷെയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അത് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഒരെണ്ണം കണ്ടിരുന്നു. ഇന്ന് നാളായിട്ട് കയ്യിൽ കിട്ടും അത്. അപ്പോൾ അതും അടക്കം ഞാനത് ഷെയർ ചെയ്യാം. നിങ്ങളത് ജസ്റ്റ് 1 by 1 എടുത്ത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കുക. അതിൽ സംശയം വരുന്നത് എന്നോട് ചോദിക്കുക. ഞാൻ അറിയുന്ന പുസ്തകങ്ങൾ എവിടെയാണത് ഉള്ളത്, റെഫറൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. സോ താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു ആൾ.